ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്നാണല്ലോ വെപ്പ്. മതേതര രാജ്യമാണെങ്കിൽ ആ മതേതരത്വം ഏറ്റവും കൃത്യമായി പാലിക്കപ്പെടേണ്ടത് നമ്മുടെ വിദ്യാലയങ്ങളിലാണ്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഹിന്ദുവാണെന്നോ മുസ്ലിമാണെന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചിരിക്കാനാണ് നമ്മൾ യൂണിഫോം എന്നൊരു സംവിധാനം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ മതേതരത്തെക്കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന, ക്ലാസ് എടുക്കുന്ന കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുകുത്തുമ്പോൾ ആ യൂണിഫോമിന് എന്ത് സംഭവിക്കും? കർണാടകയിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ഉൾപ്പെടെയുള്ള മതപരമായ വസ്ത്രങ്ങൾക്കും ചിഹ്നങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് കോൺഗ്രസ് സർക്കാർ ഔദ്യോഗികമായി പിൻവലിച്ചിരിക്കുകയാണ്. 2022 മുൻ BJP സർക്കാർ കൊണ്ടുവന്ന യൂണിഫോം നയമാണ് പുതിയ ഉത്തരവിലൂടെ റദ്ദാക്കിയിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം വിദ്യാർത്ഥികൾക്ക് അവരുടെ മുഖം വ്യക്തമായി കാണാം എന്ന നിബന്ധനയോടെ ഹിജാബ്, ശിരോവസ്ത്രങ്ങൾ, തലപ്പാവ്, ജാതീയമായ നൂലുകൾ, രുദ്രാക്ഷം, ശിവധാര, ശരവസ്ത്രം എന്നിവയെല്ലാം യൂണിഫോമിനൊപ്പം ധരിക്കാം. 1983 കർണാടക എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്, നിശ്ചിത യൂണിഫോമിനൊപ്പം ഇത്തരം പരമ്പരാഗതമായ ചിഹ്നങ്ങൾ ധരിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു വിദ്യാർത്ഥിക്കും ക്ലാസ് മുറികളിലോ പരീക്ഷാ ഹാളിലോ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്നാണ്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾക്കും കോളേജ് വികസന സമിതികൾക്കും ഇത് നടപ്പിലാക്കാൻ കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. 2022 ഫെബ്രുവരി 5-നാണ് ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ഉടുപ്പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കുമൊക്കെ ഇത് വഴിവെച്ചിരുന്നു. തുടർന്ന് കർണാടക ഹൈക്കോടതിയിൽ എത്തിയ ഈ വിഷയത്തിൽ ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാം മതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ആചാരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി 2022 മാർച്ചിൽ ഹൈക്കോടതി ഈ വിലക്ക് ശരിവെച്ചു. പിന്നീട് വിഷയം സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും വിധി ഭിന്നിച്ചതിനാൽ വിഷയം ഇപ്പോഴും അവിടെ അനിശ്ചിതമായി തുടരുകയാണ്. എന്താണ് ഈ വിധി ഭിന്നിച്ചു എന്ന് പറയുന്നത് എന്നുകൊണ്ട് പലർക്കും സംശയം ഉണ്ടാകാം. സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചാണ് ഈ കേസ് അന്ന് പരിഗണിച്ചത്. എന്നാൽ വിധി വന്നപ്പോൾ 2 ജഡ്ജിമാരും 2 വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിച്ചത്. ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ഹിജാബ് നിരോധനം ശരിവെച്ചപ്പോൾ ജസ്റ്റിസ് സുധാംശു ധൂലിയ ആ നിരോധനത്തെ എതിർത്തു. ഒരാൾ നിരോധനം തുടരണമെന്നും മറ്റൊരാൾ പാടില്ലെന്നും പറഞ്ഞതോടെ വിധി 1:1 എന്ന അനുപാതത്തിൽ തുല്യനിലയിലായി. നിയമപരമായി ഇതിനെയാണ് സ്പ്ലിറ്റ് വെർഡിക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. കേസ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിലാണ്. കൂടുതൽ ജഡ്ജിമാരുള്ള വലിയൊരു ബെഞ്ച് ഈ കേസിൽ അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ പഴയ സ്ഥിതി തുടരട്ടെ എന്നാണ് ഇതിനർത്ഥം. അതിനിടയിലാണ് കോടതി വിധികളെയോ മതേതര മൂല്യങ്ങളെയോ മാനിക്കാതെ കോൺഗ്രസ് ഈ പുതിയ നീക്കം ഇപ്പോൾ നടത്തുന്നത്. ഇവിടെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മതപരമായ ചിഹ്നങ്ങൾ ധരിക്കാനോ ധരിക്കാതിരിക്കാനോ ആരെയും നിർബന്ധിക്കാൻ പാടില്ല എന്ന് സർക്കുലർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വർഗീയ ശക്തികളെ തൃപ്തിപ്പെടുത്താനാണ് ഈ നീക്കം. ദേശീയ സംസ്ഥാന തലങ്ങളിലെ മത്സര പരീക്ഷകൾക്ക് പ്രത്യേക ഡ്രസ് കോഡ് ബാധകമായിരിക്കുമെന്ന് പറയുന്ന സർക്കാർ സാധാരണ ക്ലാസ് മുറികളിൽ മാത്രം എന്തിനാണ് ഈ ഇളവ് നൽകുന്നത്? ഇത് വ്യക്തമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. പതിറ്റാണ്ടുകളായി തങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ആ പഴയ തന്ത്രം തന്നെ കോൺഗ്രസ് പയറ്റുന്നു. മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ഇന്ത്യയുടെ മതേതരത്വത്തിനെ ബലി കൊടുക്കുന്നു. 12-ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ ബസവണ്ണയുടെ ഇവർ നമ്മവ, അതായത് ഇവർ നമ്മളിൽ ഒരാളാണ് എന്ന തത്വം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വർഗീയ പ്രീണനത്തിന് സർക്കാർ ന്യായീകരണം കണ്ടെത്തുന്നത്. ഈ പുതിയ ഉത്തരവിന് വിരുദ്ധമായ മുൻപത്തെ എല്ലാ സർക്കുലറുകളും നിയമങ്ങളും ഇതോടെ അസാധുവാകുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ജനാധിപത്യ റിപ്പബ്ലിക്കായ ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടാകേണ്ടത്. അല്ലാതെ കോൺഗ്രസിന് തോന്നുന്നത് പോലെ 12-ാം നൂറ്റാണ്ടിലെയും 15-ാം നൂറ്റാണ്ടിലെയും ആരുടെയെങ്കിലും വചനങ്ങൾ എടുത്ത് ഉദ്ധരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ശുദ്ധ പോക്കൃത്തരമാണ്. ഇതുപോലെ 12-ാം നൂറ്റാണ്ടിലെയും 15-ാം നൂറ്റാണ്ടിലെയും ഒക്കെ ആരുടെയെങ്കിലും വചനങ്ങൾ ഉദ്ധരിച്ച് BJP സർക്കാർ ആയിരുന്നു നിയമങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ മിണ്ടാതിരിക്കുമായിരുന്നോ? ഇല്ലല്ലോ. ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് തുല്യത പഠിപ്പിക്കേണ്ട വിദ്യാലയങ്ങളെ മതപരമായ ഐഡന്റിറ്റികൾ പ്രദർശിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റുകയാണ് കർണാടക സർക്കാർ. യൂണിഫോം എന്ന ആശയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ തകർക്കുന്ന ഈ തീരുമാനം തികച്ചും നിർഭാഗ്യകരമാണ് എന്ന് പറയാതെ വയ്യ. വോട്ടുകൾക്ക് വേണ്ടി കുട്ടികളുടെ മനസ്സിൽ മതത്തിന്റെ വേർതിരിവുകൾ ഉണ്ടാക്കുന്നത് ഒരു സർക്കാരിനും ഭൂഷണമല്ല. വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ രാജ്യത്തിന്റെ മതേതരത്വം ബലി കൊടുക്കുന്ന ഈ ശൈലി തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയവും. മിസ്റ്റർ